വി എസ് അച്യുതാനന്ദൻ മതികെട്ടാൻ മലയിലേക്ക് ഓടിക്കയറുന്ന വി എസ് അച്യുതാനന്ദനെ നമുക്കറിയാം. മൂന്നാറിൽ വലിയ ദൗത്യം നിർവഹിച്ച വി എസ് അച്യുതാനന്ദനെ നമുക്കറിയാം. ഒരു ഭരണാധികാരി എന്ന നിലയിൽ, അതിനപ്പുറം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ഒരു പരിസ്ഥിതിയിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും ആഘാതവും ഒക്കെ തന്നെ എത്രത്തോളം ഓരോരുത്തരെയും ബാധിക്കുമെന്ന വി എസിന് നല്ല ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദിഷണാശാലിയായ വി എസ് പല മുന്നറിയിപ്പുകളും നമുക്ക് തന്നിരുന്നതും. വി എസിനെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സമരജീവിതത്തെ ഓർത്തെടുക്കുമ്പോൾ സുനിൽ എന്താണ് തോന്നുന്നത്? ഈ വേളയിൽ ഒരു പക്ഷേ വി എസ് എന്ന രണ്ടക്ഷരം ഒരു ചരിത്രം കൂടിയാണ്. CPM എന്ന പാർട്ടി ഉണ്ടാക്കിയ CPM-ന്റെ സ്ഥാപക നേതാക്കളിൽ ഇതുവരെ ജീവനോടെ ഉണ്ടായിരുന്ന അവസാനത്തെ ആളും വിട പറയുകയാണ്. സുനിൽ, വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വി എസിൻ്റെ ജീവിതം ഒരു സമര ചരിത്രമാണ്, ഒരു സമര നൂറ്റാണ്ടാണ് വി എസ് എന്നത്. അപ്പോൾ വി എസിൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും വലിയ പോരാട്ടങ്ങളുടെ ദിവസമാണ്. നമുക്കറിയാം, 1940-കളിലാണ് വി എസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ വി എസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, വലിയ പോരാട്ടങ്ങളുടെ ഭാഗമായി. കൃഷ്ണപിള്ള അദ്ദേഹത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി അയച്ച ആ നാൾ മുതൽ വി എസ് തൊഴിലാളികൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, സമൂഹത്തിൽ വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി പൊരുതുന്നവർക്ക് വേണ്ടി എല്ലാവരുടെയും ഒരു കാവലാളായി വി എസ് മാറി. അതുകൊണ്ട് തന്നെയാണ് വി എസ് നീതിക്ക് വേണ്ടിയുള്ള കാവലാളായി അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AKGയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പാവങ്ങളുടെ പടത്തലവൻ എന്നാണെങ്കിൽ, അതിന് സമാനമായ രീതിയിൽ തന്നെ വി എസ് പാവങ്ങളുടെ പടത്തലവനായി, നീതിക്ക് വേണ്ടിയുള്ള കാവലാളായി പോരാട്ടങ്ങൾ വി എസിൻ്റെ അവസാന നിമിഷം വരെ തുടർന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വി എസിൻ്റെ പോരാട്ട ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ, വിശകലനം ചെയ്താൽ സമാനതകളില്ലാത്ത നേതാവാണ് വി എസ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്നത് നമുക്ക് നിസ്സംശയം പറയാം. ജീവിതം കൊണ്ട്, പോരാട്ടം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ശൈലികൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് അദ്ദേഹം അത് തെളിയിച്ചതാണ്. എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സമാനതകളില്ലാത്ത നേതാവ്. അത് മണ്ണിന് വേണ്ടി, മനുഷ്യന് വേണ്ടി, ഈ സമൂഹത്തിലെ ഏതെല്ലാം മേഖലകളിൽ അനീതികൾ ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം ഇടപെടുന്ന ശബ്ദമായി, കാർക്കശ്യത്തിൻ്റെ നിലപാടുകളായി വി എസ് അങ്ങനെ തുടരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. 2019 വി എസിന്, അന്ന് എനിക്ക് തോന്നുന്നു പുന്നപ്ര വയലാർ സമരത്തിൻ്റെ വാർഷിക സമയത്ത് വി എസ് ആലപ്പുഴയിലേക്ക് എത്തുകയും അവിടെ പുന്നപ്ര വയലാർ സമരനായകന്മാർക്ക് ആദരമർപ്പിച്ച ശേഷം അദ്ദേഹം മടങ്ങിയെത്തിയ അതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹത്തിനൊരു പക്ഷാഘാതം സംഭവിക്കുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം പൂർണ്ണ വിശ്രമത്തിലായിരുന്നു. ഏതാണ്ട് അതിനു മുൻപ് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും, എല്ലാ കാലത്തും വി എസ് കേരള സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. കേരള സമൂഹത്തിൽ വലിയ പോരാട്ട വീര്യമായി തുടർന്നിരുന്നു. വി എസ് എന്നതൊരു വിശ്വാസമായിരുന്നു, ജനങ്ങളുടെ വിശ്വാസമായിരുന്നു. അവരുടെ കാവലാളായി വി എസ് ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം തന്നെയാണ് ഇത്രയും വലിയ ജനസഞ്ചയത്തെ ഈ ഒരു നിമിഷത്തിൽ ഈ തലസ്ഥാന നഗരിയിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ AKG ഭവനിൽ കണ്ട ആ ഒരു ജനസാഗരം തീർച്ചയായും അത് വി എസിനുള്ള വലിയ ആദരം തന്നെയായിരുന്നു. വി എസ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 2000-ന് ശേഷമാണ് വി എസ് കൂടുതൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനശ്രദ്ധയിലേക്ക് വരുന്നത്. അതിനു മുൻപ് വി എസ് തൊഴിലാളികൾക്കൊപ്പം നടന്ന്, തൊഴിലാളികളെ സംഘടിപ്പിച്ച് പാർട്ടി സെക്രട്ടറിയായി, കാർക്കശ്യക്കാരനായ നേതാവായൊക്കെ തന്നെ തുടർന്നുവെങ്കിലും വലിയൊരു ജനകീയ നേതാവായി, ജനപ്രവാഹത്തിനൊപ്പം സഞ്ചരിച്ച നേതാവായി വി എസ് മാറുന്നത് 2000-ന് ശേഷമാണ്. 2001 അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത്, അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രിയാവുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം പല പ്രോട്ടോക്കോളുകളും മറികടന്നുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ മുന്നിട്ട് നിന്നു. വി എസിൻ്റെ ഒരു സമര ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, തുടക്കകാലത്തൊക്കെ തന്നെ വി എസ് ഒരു ജുബയും ഒരു മുണ്ടും ഒരു തോർത്തുമൊക്കെയായി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങുകയായിരുന്നു. അന്ന് ഈ കർഷക തൊഴിലാളികളൊക്കെ തന്നെ ഈ പാടങ്ങളുടെ സമീപത്തുള്ള പന്തകളിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ പന്തകളിലൊക്കെ താമസിച്ചാണ്, ചെറിയ ചെറിയ ഷെഡുകളിൽ, അതായത് പാടങ്ങളിലൊക്കെ തന്നെ ഈ ബണ്ടുകൾക്ക് സമീപമൊക്കെ തന്നെ നിർമ്മിച്ചിരുന്ന ചെറിയ പന്തകളെന്ന് പറയുന്ന ആ ഒരു ചെറിയ കൂരയ്ക്കുള്ളിൽ വി എസ് അവർക്കൊപ്പം താമസിച്ച് അവിടെ കിടന്ന് അവർ കൊടുത്ത കപ്പയും എന്തെങ്കിലും ഒരു കറിയുമൊക്കെ കഴിച്ച് അവിടെ കിടന്ന് കർഷക തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞ് ബോധവാന്മാരാക്കിയ ശേഷം
ശേഷം പിന്നീട് അവരെ സംഘടിപ്പിക്കാൻ നടത്തിയ വലിയൊരു പോരാട്ട ചരിത്രമാണ് വി എസിൻ്റേത്. അവിടെ നിന്ന് തുടങ്ങിയതാണ് വി എസ്. അപ്പോൾ താഴെത്തട്ടിലുള്ള ഓരോ മനുഷ്യൻ്റെയും വികാരം എന്താണ്, ആ ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്താണ്, അവൻ്റെ ജീവിത സാഹചര്യം എന്താണ് എന്ന് വി എസ് കൃത്യമായി വിശകലനം ചെയ്യുകയും അത് അദ്ദേഹത്തിൻ്റെ പോരാട്ടമാക്കി അദ്ദേഹം പിന്നീടുള്ള കാലത്തൊക്കെ തന്നെ മാറ്റുകയുമാണ് ചെയ്തത്. അതാണ് പിന്നീട് വി എസ് പ്രതിപക്ഷ നേതാവായപ്പോഴും LDF കൺവീനറായപ്പോഴും മുഖ്യമന്ത്രിയായപ്പോഴും ഒക്കെ തന്നെ പിന്തുടർന്നത്. അതുകൊണ്ട് തന്നെയാണ് വി എസ് ഒരു വലിയ വിശ്വാസമായി ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും ഒരുപാട് പേർ വി എസിനെ ഈ ഒരു അതിരാവിലെ പോലും വി എസിൻ്റെ വസതിയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. പല ജില്ലകളിൽ നിന്ന് ഒരുപാട് പേർ ഈ രാത്രി ഇന്നലെ വി എസിൻ്റെ വിയോഗ വിവരമറിഞ്ഞ് ഇന്നലെ തന്നെ പല ജില്ലകളിൽ നിന്നും പുറപ്പെട്ട നിരവധി പേർ, അവരൊക്കെ തന്നെ വി എസിന് ആദരമർപ്പിക്കാൻ, അവസാനമായി വി എസിനെ ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ്.